അതിപുരാതന അറേബ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന നെയ്ച്ചോറിൻ്റെ ഒരു സീക്രട്ട് ആയ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ തുറന്നു കാണിച്ചു തരുന്നത്. ഇത് നമുക്കറിയാം, അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്കും നെയ്ച്ചോറ്, ബിരിയാണി, കുഴിമന്തി, അൽഫാം പോലുള്ള ഐറ്റംസുകൾ എത്തിയത്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലേക്ക് എത്തിയ അറബികൾ അവർ ഇവിടെ കുറച്ച് പേർക്ക് ഈ സീക്രട്ട് റെസിപ്പി പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അത് കാലക്രമേണ ആ റെസിപ്പി ഉപയോഗിക്കാതെ അത് മൺമറഞ്ഞു പോയി. അതിനുശേഷം ഇപ്പോഴാണ് ഇതൊരു സീക്രട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അത് നിങ്ങൾക്കായി കാട്ടിത്തരുന്നു. നിങ്ങളത് വീട്ടിലുണ്ടാക്കുക, ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇതിനായി നമുക്ക് ആദ്യമായി വേണ്ടത് ഒരു ഉരുളിയാണ്. ചെറിയ അലൂമിനിയത്തിൻ്റെ ഉരുളിയിൽ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, അല്പം ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു ഉരുളിയിലിട്ട് വഴട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് കുക്കാവുന്നവരെ, ഒരു ഗോൾഡൻ കളറിൻ്റെ ചെറിയൊരു പോർഷൻ ഇതേപോലെ ഈ കളർ ആവുന്നവരെ കുറച്ചിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒരു കിലോ ആയിരിക്കും, ഒരു തേങ്ങ വേണം. തേങ്ങാപ്പാൽ അരച്ച് കലക്കിയത് ഇതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം, ഒഴിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കറുകപ്പട്ട, കുറച്ച് കരയാമ്പു, കുറച്ച് മണമുള്ള ഇല, അങ്ങനെയുള്ള സുഗന്ധം പരത്തുന്ന കുറച്ച് ഐറ്റംസുകൾ ആഡ് ചെയ്തിരിക്കണം. ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചട്ടുകം കൊണ്ട് ഇളക്കുക. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കൂടി ഇളക്കുക, എങ്കിലേ ഒന്ന് സെറ്റായി വരത്തുള്ളൂ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളച്ച് ചൂടായി വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് വീണ്ടും ചട്ടുകം കൊണ്ട് ഇളക്കുക, എങ്കിലും ഉപ്പതിനകത്ത് പിടിക്കുള്ളൂ. അങ്ങനെ അതിനുശേഷം അരി, നല്ല ബിരിയാണി അരി, കൂടിയ അരി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ആ അരി കഴുകിയത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വീണ്ടും ചട്ടുകം കൊണ്ട് ഒന്ന് ഇളക്കുക. ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോൾ, അതായത് കുറച്ച് നേരം ഒന്ന് ഇളക്കണം, എങ്കിലേ അത് മസാലയ്ക്ക് ഈ അരിയിലേക്ക് പിടിക്കുള്ളൂ. അപ്പം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാത്രം, ഉരുളി അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ്, ഇത് വേവുന്ന സമയം നമുക്കറിയാമല്ലോ, വേവുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കറി ഉണ്ടാക്കാം. അത്യാവശ്യം കറി ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ നമ്മളുടെ ചോറ് അടിപൊളിയായിട്ട് വെന്ത് വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്കല്ല ചിക്കൻ കറി ഇവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അറേബ്യൻ സീക്രട്ട് റെസിപ്പിയിലുള്ള നെയ്ച്ചോറും ഒപ്പം തന്നെ ചിക്കൻ കറിയുമാണ്. നെയ്ച്ചോറ് അടിപൊളിയായിട്ട് വെന്ത് നല്ല സൂപ്പർ സ്മെല്ലോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മളൊരു പാത്രത്തിൽ ഭംഗിയായിട്ട് ഒരുക്കി നമുക്ക് തീൻമേശയിൽ വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് അറേബ്യയിൽ നിന്നുള്ള സീക്രട്ട് നെയ്ച്ചോറിൻ്റെ റെസിപ്പി. ഇതാണ് നെയ്ച്ചോറ്. നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിലുണ്ടാക്കി കഴിച്ചു നോക്കുക.